Hi everyone, this is Abin from everything you want to know about Apple. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ആപ്പിൾ ഡിവൈസുകളിൽ ബീറ്റ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നമുക്ക് 2-3 സ്റ്റെപ്പുകളായിട്ട് തിരിച്ച് പറയാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ബീറ്റ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യുന്നത്, രണ്ടാമതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മൂന്നാമതാണ് ബീറ്റ പ്രൊഫൈൽ നമ്മുടെ ഡിവൈസുകളിൽ റൺ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം സഫാരി പോവുക, അവിടുന്ന് നമ്മുടെ സെർച്ച് ബാറിൽ beta.apple.com എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും, നിങ്ങൾക്ക് നേരെ അവിടുന്ന് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് ആയി കാണുന്നത്. ഇതിൽ നമുക്ക് iOS, iPadOS, macOS, tvOS, watchOS ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബീറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബീറ്റ റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്കത് സൈനപ്പ് ചെയ്യാം. അല്ല, നിങ്ങൾ ഓൾറെഡി ഒരു സൈനപ്പ് ചെയ്ത മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അടുത്തൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ആപ്പിൾ ഐ ഡി വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ വെച്ച് നോക്കുക. ഇപ്പോൾ ഫേസ് ഐ ഡി ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഫേസ് ഐ ഡി വെച്ച് നിങ്ങൾ അൺലോക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബീറ്റയുടെ ഒഫീഷ്യൽ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ പബ്ലിക് ബീറ്റയുടെ കറക്റ്റ് ഗൈഡും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഏത് ഡിവൈസാണ്, ഇപ്പോൾ നിങ്ങളുടെ ഐപാഡിലാണോ, ഐഫോണിലാണോ, വാച്ചിലാണോ, ഏത് ഡിവൈസിലാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്, ആ ഒരു യൂസ് ചെയ്യുന്ന ഡിവൈസുകളുടെ ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഐഫോൺ എടുത്തേക്കണം, അതുകൊണ്ട് ഐഫോൺ എന്ന ടാബ് ഞാൻ എടുക്കുക. ഇപ്പോൾ ഐപാഡ് ആണെങ്കിൽ ഐപാഡ് ടാപ്പ് ചെയ്യുക, ഐഫോൺ ആണെങ്കിൽ ഐഫോൺ എടുക്കുക. നേരെ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെയിൽ നിങ്ങൾക്ക് എൻറോൾ യുവർ iOS ഡിവൈസ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു എൻറോൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ എൻറോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുക. ഈ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് അവർ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെയാണ് നമ്മുടെ ബീറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഇവിടുന്ന് നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ഡൗൺലോഡ് പ്രൊഫൈൽ എന്ന് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ബൈ മിസ്റ്റേക്ക്, ചിലർക്ക് പേടിയുണ്ടാവും ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ മിസ്സാവുമെന്ന്. അങ്ങനെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഐട്യൂൺസ് വഴി നമ്മുടെ എല്ലാ ഡാറ്റയും ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവരാദ്യം പറയുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് നമുക്ക് കുഴപ്പമില്ലെന്നാണെങ്കിൽ നമുക്ക് നേരെ ഡൗൺലോഡ് പ്രൊഫൈൽ ടാപ്പ് ചെയ്യുക. ആ പ്രൊഫൈൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ഐപാഡിൻ്റെ ഏതിൻ്റെ ആണോ അതിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അലോ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, പ്രൊഫൈൽ ഡൗൺലോഡ് എന്ന്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടെ നിന്ന് നമ്മൾ ഏറ്റവും പൊക്കത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ആപ്പിൾ ഐ ഡിയുടെ തൊട്ട് താഴത്ത് പ്രൊഫൈൽ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ iOSൻ്റെ അല്ലെങ്കിൽ ഐപാഡിൻ്റെ ഏതിൻ്റെ ആണോ അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചുള്ള ആ ഒരു ബീറ്റ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മളവിടെ തൊട്ട് പൊക്കത്ത് റൈറ്റ് സൈഡിലെ പൊക്കത്ത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പാസ്കോഡ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടി വരും. അത് ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ അടുത്തത് തന്നെ ഒരു കൺസെൻ്റാണ്. നമ്മുടെ iOSന് നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും നമുക്ക് അതിന് മുമ്പ് ഒരു കൺസെൻ്റ് ഉണ്ടാവും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റീസ്റ്റാർട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡിവൈസ് ഇപ്പോൾ റീസ്റ്റാർട്ട് ആയിരിക്കുന്നുണ്ട്. റീസ്റ്റാർട്ട് ആയതിനു ശേഷം നമ്മുടെ പാസ്വേഡ് അടിച്ച് നേരെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യാം. വേറെ ഒരു മാറ്റങ്ങളും ഇപ്പോൾ നമ്മുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഓർത്ത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണത് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടുന്ന് ജനറൽ ടാപ്പ് ചെയ്യുക. ജനറൽ ടാപ്പ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു പ്രൊഫൈൽ ബീറ്റ പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോൺഫിഗറേഷൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞ്
അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് ആ ഒരു പ്രൊഫൈൽ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവും. പിന്നെ കുറേ പേർക്കുള്ള ഒരു സംശയമാണ് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ 15.2 അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബീറ്റയൊക്കെ നമുക്ക് ഏതൊക്കെ ഡിവൈസുകളിൽ നമുക്ക് സപ്പോർട്ടാവും. നമ്മുടെ ഈ ഒരു ബീറ്റ നമുക്ക് കിട്ടുന്നത് കറക്റ്റായിട്ട് iPhone 6s മുതലാണ്. iPhone 6 വരെയുള്ള എല്ലാ ഡിവൈസുകളിലും ഇപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞു. ഇനി iPhone 6s തൊട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന iPhone 13 Pro Max വരെ എല്ലാ ഡിവൈസുകളിലും നമുക്ക് അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും iOSൻ്റെ. അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പബ്ലിക് ബീറ്റ അല്ലെങ്കിൽ ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് തൊട്ട് താഴത്തുണ്ടാകും. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് whole video. This is Abin, Xavier signing off.